ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കുറേ ഒന്നും അൺബോക്സ് ചെയ്യാനില്ല, ഒരു 3 സാധനം ഒന്നിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ 3 അൺബോക്സ് ചെയ്യുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ 3 അൺബോക്സ് ചെയ്തായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിക്കുമ്പോൾ ഞാനതൊന്ന് ഒന്നും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കൂടുതൽ ഞാൻ സംസാരിച്ച് ആ അൺബോക്സ് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ആ അൺബോക്സ് ചെയ്ത ലിപ്സ്റ്റിക്കിന് ഇവിടെ നല്ല ഷെയ്ഡാണ്. കുറേ നാളായി എൻ്റെ ഈ ഒരു ഷെയ്ഡ് കഴിഞ്ഞിട്ട്. അതൊന്ന് ഞാൻ ഓഫർ കണ്ടിട്ട് വാങ്ങിയതാണ്, അല്ലാണ്ട് എനിക്കത് വേണമെന്ന് വിചാരിച്ച് വാങ്ങിയതല്ല. ബാക്കി 2 സാധനം കുറേ നാളായി ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് എനിക്ക് വേണം വേണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ വാങ്ങിച്ച് കഴിയുമ്പോൾ അയ്യോ എൻ്റെ പൈസ പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടമുണ്ട്. അപ്പം രണ്ടും കൽപ്പിച്ച് ഞാനതങ്ങട് ഓർഡർ ചെയ്തു. അപ്പം അങ്ങനെ പൈസ പോയപ്പോൾ ഒരാശ്വാസം. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കാണ്ട് വേഗം തന്നെ അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു, നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊരു ബാഗാണ് ഗൈസ്. കുറേ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലൊക്കെ ഞാൻ ഈ ബാഗ് കണ്ടായിരുന്നു. അപ്പം പിന്നെ എൻ്റെ മേക്കപ്പ് സാധനം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഉമ്മ നല്ലോണം പറയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ ഇത് ഓർഡർ ചെയ്തു. എന്തായാലും ഇത് വേണം എനിക്ക്. ഇതിപ്പം 3 സാധനം മതിയോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ഈ 3 ബാഗിനേക്കാൾ ഇത് 3 ബാഗുണ്ട്. ഈ 3 ബാഗിനേക്കാൾ കൂടുതൽ എൻ്റെ സാധനങ്ങളുണ്ട്. അപ്പം ഇത് 3 ബാഗിൽ നമ്മൾ കൊള്ളിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വലിയ ബാഗാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത്, നിങ്ങൾ എല്ലാം കൊടുക്കാൻ മറന്നു പോയാൽ നിങ്ങൾ ലിങ്ക് എന്നൊന്ന് കമൻസ് ഇട്ടാൽ മതി, ഞാൻ ലിങ്ക് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ് ബാഗ്. നല്ലോണം വലിയ ബാഗാണ്, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. സെറ്റാണ് ഗൈസ്. ഞാൻ വിചാരിച്ചതിനും ക്വാളിറ്റിയിൽ വന്നിട്ടോ. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല. ഈ വലിയ ബാഗിന് ഹാങ് ചെയ്യാൻ ഇങ്ങനത്തെ സംഭവമുണ്ട്. ബാക്കി 2 സൈഡിലാണ് വരുന്നത്. ബാക്കി 2 ഞാൻ കാണിച്ചു തരാം. മൈക്കിൻ്റെ സൗണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ മൈക്കിൻ്റെ സൗണ്ട് ഇടക്കിടക്ക് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പം രണ്ടാമത്തെ ബാഗ് ഇതാ. ലാസ്റ്റ് വന്നിട്ട് ഒരു ചെറിയത്, നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇതിൽ കൊണ്ടുപോകാം. ഇതിൽ നമുക്ക് മേക്കപ്പിൻ്റെ സാധനങ്ങളും, അയ്യോ ഇതിനെന്തോ വീണു, മേക്കപ്പിൻ്റെ സാധനങ്ങളും ഇതൊക്കെ ഇട്ട് കൊണ്ടുപോകാം. അടിപൊളി ബാഗാണ് ഗൈസ്. എന്തായാലും നമുക്ക് 190-നാണ് ഞാൻ ഇത് വാങ്ങിയത്. 200-ൻ്റെ ഉള്ളിൽ, എന്തായാലും 200 മേലെ അല്ല. മീഷോ ആയിക്കൊണ്ട് നമുക്ക് ഫ്രീ ഡെലിവറിയാണ്. അതുകൊണ്ട് എനിക്ക് ആകെ 190 മാത്രമേ കൊടുക്കേണ്ട വന്നിട്ടുള്ളൂ. 190-ന് ഈ 3 ബാഗ്, എൻ്റെ അമ്മ എത്ര ലാഭമാണെന്ന് നോക്കിയാട്ടെ. നല്ല ലാഭത്തിൽ കിട്ടിയായിരുന്നു, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല. ഞാൻ മീഷോന്ന് ആദ്യം ഒരു പാൻറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഥ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാൻറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാൻറ് വന്നത് എൻ്റെ പടച്ചോനെ, എൻ്റെ പൈസ പോയിന്ന് ഞാൻ വിചാരിച്ചു. ബ്ലാക്ക് പാൻറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ബ്ലാക്ക് പാൻറ്റിന് വൈറ്റ് നൂലിന് ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. അങ്ങനെ ഞാൻ മീഷോന്ന് ഡ്രസ്സ്, ആകെ ആ പാൻറ് മാത്രമേ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സായിട്ട്. വേറൊരു സാധനം ഞാൻ മീഷോന്ന് ഡ്രസ്സിൻ്റെ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ സംഭവം ഓർഡർ ചെയ്യാറുണ്ട്. ഫ്രീ ഡെലിവറി ആയിട്ട് കിട്ടും. പിന്നെ ഈസി റിട്ടേൺ ആക്കണമെങ്കിൽ നമുക്ക് വേഗം തന്നെ റിട്ടേൺ ആക്കാം. എന്തും നമുക്ക് മീഷോയിൽ ഓർഡർ ചെയ്താൽ ഒരു ധൈര്യമാണ്. കൊള്ളാം, എന്താ വേഗം റിട്ടേൺ ആക്കാം. ബാക്കി എല്ലാത്തിലും ഓർഡർ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അജിയോയും കുഴപ്പമില്ല. അജിയോ ഞാൻ മിക്ക സാധനങ്ങളും വാങ്ങിയിട്ട് റിട്ടേൺ ആക്കലുണ്ട്. എപ്പാന്ന് വരെ എൻ്റെ അടുത്ത് പുറത്തിടാന്ന് പറയാൻ കഴിയില്ല. അപ്പം ഞാൻ വിചാരിച്ചാലും ക്വാളിറ്റിയിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാവരും ഇത് വാങ്ങിയിട്ട് റിവ്യൂ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇത് ഓൾറെഡി വാങ്ങിയ ആളാണെങ്കിൽ അതും കൂടെ പറഞ്ഞോളൂ. എനിക്കെന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കിട്ടിയത്. അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് അടുത്ത പ്രോഡക്റ്റ് എടുക്കാം. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ രണ്ടാമത്തെ സാധനം. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യും എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ട്രൈപോഡായിരിക്കും നീളത്തിൽ കണ്ടോണ്ടേ. പക്ഷേ നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ
ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാവല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ ഒരു ത്വര കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ ഇത്. ഞാൻ അൺബോക്സ് ചെയ്തത്, ഓൾറെഡി അൺബോക്സ് ചെയ്തു. ഈ കണ്ടപ്പോൾ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? സോ സർവ്വസാധാരണ ഗായ്സ്, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അടിക്കുന്നോണ്ടേ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കറൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കാത്ത ഒരാളാണ് ഞാൻ. തിന്നുമ്പോൾ മാത്രം വെള്ളം കുടിക്കും. അല്ലാത്ത ടൈം എനിക്ക് ദാഹിക്കുമ്പം പോയിട്ട് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ കുടിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ മുമ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കുടിക്കും, അല്ലാണ്ട് ഞാൻ കുടിക്കത്തില്ല. എനിക്ക് എന്താ വേണമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് കുടിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ബെഡിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നും, പക്ഷെ എന്നും എണീച്ച് പോയിട്ട് കുടിക്കേണ്ടതെന്നില്ല. ആ ഒരു മടി കാരണം ഞാൻ കുടിക്കത്തില്ല. അപ്പം ഇതാവുമ്പോൾ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം, സാധാ ബോട്ടിലായാലും വെള്ളം കുടിക്കാലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് സാധനം കാണുമ്പോൾ, ഇങ്ങനത്തെ ബോട്ടിലെല്ലാം കാണുമ്പോൾ ആരാ വെള്ളം കുടിക്കാണ്ടിരിക്കാം അല്ലേ? ആരായാലും കുടിച്ചു പോവും. ഞാൻ ആക്ച്വലി ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ബോട്ടിൽ ഇത് തന്നെയാണ്, പക്ഷെ കളർ ഇതില്ല ഉദ്ദേശിച്ചത്. കളർ എന്ന് പറയുമ്പോൾ നമ്മളെ ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ കളേഴ്സിൽ ഫുൾ കളർഫുള്ളായ സാധനം. അങ്ങനത്തൊക്കെ കാണുമ്പേ ഞാൻ അത് കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സെയിം സാധനം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് ഭയങ്കര പൈസ ഗൈസ്. അത്രയും പൈസ കൊടുത്തിട്ടൊന്നും വെള്ളം കുടിക്കേണ്ട ഗതി എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാകുമ്പോൾ നമുക്ക് എന്താ, ഇതിലങ്ങ് നിറച്ച് വെക്കാം. ടൈമുണ്ട്, ഓരോ ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് കുടിച്ച് കുടിച്ചിട്ട് വരും. ഓരോ ഭ്രാന്ത്. ജിമ്മിലൊക്കെ പോകുന്ന ആളടുത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടത്. നമുക്ക് ഇൻഷാല്ല ജിമ്മിൽ പോകണമെങ്കിൽ പോവാം, കുപ്പി മുതലാക്കാൻ അല്ലേ. വാങ്ങിച്ച് 2 ദിവസം നല്ല ജോറുണ്ടാവും. അയ്യോ, ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ യൂസേജ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്കുമെന്നൊരു ഡൗട്ടുണ്ട്. നമുക്കിത് ഓൾറെഡി ഞാൻ തുറന്നായിരുന്നു. ആദ്യം ഞാനിത് കണ്ടപ്പോഴേ അയ്യോ പൊട്ടിയെന്നാ വിചാരിച്ചു, പക്ഷെ അല്ല ഗൈസ്, ഇതിങ്ങനെയാണ്. ഈ സാധനം കണ്ട, ഇത് നമ്മൾ ഈ കുപ്പിൻ്റെ അകത്തിട്ട് മൂടി പൂട്ടുമ്പോൾ ഇത് ഇങ്ങനെ ആവും. പിന്നെ അടിയിലുള്ള സാധനം വരെ നമുക്ക് കിട്ടും. അപ്പം ഇതിങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിലെ സ്റ്റിക്കർ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റിക്കറൊക്കെ കാണുമ്പോൾ സ്റ്റിക്കർ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെക്കാനാവും. മനസ്സിലായില്ലേ? ഇതിങ്ങനെ മോർണിംഗ് ഈവനിങ് എന്നുള്ള പറയുമ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒട്ടിച്ച. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ കുറേ കുപ്പി നോക്കിയായിരുന്നു, അപ്പോൾ അതിലൊന്നും ഇങ്ങനത്തെ സ്റ്റിക്കർ ഇല്ല. ഈ കുപ്പിയിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു സാധനം ലാസ്റ്റ് വരുന്നത് വളരെ ചെറിയ സാധനമാണ്. എൻ്റെ ഓരോ പ്രാന്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിലേ, ആദ്യം കാണിച്ചു തന്നത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. മീഷോയിൽ ഉണ്ട്, പക്ഷെ ചിലതൊക്കെ വാങ്ങിയ റിവ്യൂ കാണുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇതിന് ഡെലിവറി ചാർജും എല്ലാം കൂടിയിട്ട് 300-ൻ്റെ ഉള്ളിൽ, 200 എത്ര ആണ്, 300-ൻ്റെ ഉള്ളിലായി. 300-ൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര നല്ല ക്വാളിറ്റി സംഭവങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. 300-ൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നല്ല പൈസ. ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ നോക്കിയപ്പോൾ അപ്പം എല്ലാത്തിലും നല്ല പൈസ ഉണ്ട്. അപ്പം ആമസോണിൽ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പം പിന്നെ ആമസോണിൽ വേഗം നല്ല കളറ്. അത് ഞാൻ ബ്ലാക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്, പക്ഷെ ഈ പർപ്പിൾ കളറ് വാങ്ങിയ റിവ്യൂ നോക്കുമ്പോൾ നല്ല കളറ്. ആരതോ ഒരു നല്ല ഫോണിലെടുത്ത ഫോട്ടോ എന്നെ അങ്ങോട്ട് ആകർഷിച്ചു. ഫാനൊന്നും ഇല്ല ഗൈസ്, വിയർത്തൊലിക്കുന്ന. ഫാനും കൂടെ ഇട്ടാൽ ഈ മൈക്കിൻ്റെ സൗണ്ടും ഫാനിൻ്റെ സൗണ്ടും എല്ലാം കൂടെ, പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാധനം. ഇനി നമുക്ക് ലാസ്റ്റ് സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിപ്സ്റ്റിക്കാണ്. അയ്യോ, ഇതിനായി ഇപ്പം തന്നെ ഇട്ട് പൊട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്.
അപ്പൊ ഇതാണ് നമ്മളെ ലാസ്റ്റ് സാധനം, ലിപ്സ്റ്റിക് ടൈൽസ്. ലിപ്സ്റ്റിക് ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഇതിന്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത്രയും വലിപ്പമുള്ള സാധനത്തിനാണ് ഇവർ ഈ കുഞ്ഞിപ്പെട്ടി തന്നെ. മോശം മോശം വലിപ്പം. ഇത് വലിപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്തിനാ വെറുതെ പെട്ടിയിൽ വേസ്റ്റ് ആക്കുന്നല്ലേ? അയ്യോ, ഇത്രയും ചെറിയ സാധനത്തിന് ഇത്ര വലിയ പെട്ടി. അപ്പൊ ഇതാണ് കളർ കൂപ്പിഡ് എന്ന് പറയുന്നൊരു ബ്രാൻഡിന്റെ ഷെയ്ഡ് വന്നിട്ട് സ്വീറ്റ് ഹേർട്ട് മോച്ച. ഇതാണ് ഈ ഷെയ്ഡിന്റെ പേര്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എൻ്റെ കയ്യിൽ. ഇത് ഞാൻ ആക്കിയപാട് ഒന്ന് ഡ്രൈ ആവാൻ വെക്കാണ്ട് ആക്കിയപാട് ഇങ്ങനെ ഉരച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്. അല്ലെങ്കിൽ ഇപ്പൊ നോക്ക്, പോകുന്നില്ല. ഇതിനെ എന്തിട്ട് വരച്ചിട്ട് പോയിപ്പിക്കണം എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് നോക്കാം. 18 hours വരെ ഇൻസ്റ്റന്റ് കളർ ആയിരിക്കും എന്നാണ് പറയുന്നത്. 18 hours. ബാക്കിയുള്ളതിൽ 24 hours തള്ളി അടി വരയ്ക്കും. പക്ഷെ ഇതിൽ കുറച്ച് കുറവാണ്. 18 hours മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫുൾ സൈസും ഉണ്ട്. ഞാൻ പക്ഷെ മിനി സൈസാണ് ഓർഡർ ചെയ്തത്. മിനി സൈസ് യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രമല്ലേ നമ്മൾക്ക് ഫുൾ സൈസ് വാങ്ങിയിട്ട് കാര്യമുള്ളൂ. മൈക്കിന്റെ സൗണ്ട് വരുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്കിപ്പോൾ കേൾക്കത്തില്ല. വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നല്ലോണം മൈക്കിന്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടത്തില്ല. രണ്ടാമത് എന്നെ കഷ്ടപ്പെട്ട് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മൈക്കിന്റെ സൗണ്ട് ഉണ്ടാകത്തില്ല. അതെങ്ങനെയെങ്കിൽ മാറ്റാൻ കഴിയും. പടച്ചോൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ മൈക്കിന്റെ സൗണ്ട് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യം ചെയ്യാം. കാരണം ഞാൻ എന്തേ ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, പഠിച്ചോൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നടക്കും, പഠിച്ചോൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അത് നടക്കൂല, പഠിച്ചോൻ എന്നെ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാ. അങ്ങനെ ഓരോരോ സൈക്കോ സ്വഭാവങ്ങൾ. അപ്പൊ ഇതാണ് നമ്മളെ ലിപ്സ്റ്റിക് കളർ കൂപ്പ് എന്ന് പറയുന്നത്. ഒരു വിരലിന്റെ അത്ര പോലും ഇല്ലാന്ന് തോന്നുന്നു. വിരലിന്റെ അത്ര ഉള്ളൂ. ഇതിന്റെ റേറ്റ് വന്നിട്ട്, ഇതിന്റെ റേറ്റ് നിങ്ങൾ കേട്ടാൽ ഞെട്ടും ഗൈസ്. ഇതിന് 170 സംതിങ് ആണ് ഈ ഒരു ചെറിയ സാധനത്തിന്. 170. അപ്പൊ ഇപ്പൊ ഓഫറിൽ കിട്ടിയത് 39, 38 അത്രയേ ഉള്ളൂ ഓഫറിലെ. ഇന്ന് ആ ഓഫർ ഉണ്ടോ എനിക്കറിയില്ല. മിന്നാതെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് 180 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പിന്നെ ആ ഓർഡർ ചെയ്ത് കിട്ടി. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അത് 300 സംതിങ് ആയി. അപ്പോൾ ഓഫർ എന്നെല്ലാം പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെ ഫ്യൂ ഹവേഴ്സിന് മാത്രമേ ഈ ഓഫറിൽ ഉണ്ടാവും. ഇതിനിപ്പോൾ നിങ്ങൾ പോയിട്ട് തപ്പി നോക്കിയാൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കളർ കൂപ്പിഡിൻ്റെ ഈ ഒരു മിനിമി എന്നാണ് കേട്ടോ. മിനിമി ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ആ ബോട്ടിലും ഈ ലിപ്സ്റ്റിക്കും ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. മറ്റേ ആ ബാഗ് മീഷോ എന്നാണ് വാങ്ങിയത്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഥവാ കൊടുക്കാൻ മറന്നുപോയാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ ലിങ്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അയ്യോ, സംസാരിച്ച് ഫാനും ഇല്ലാത്തതുകൊണ്ട് ഒരുമാതിരിയായി. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയുമ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.